പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 മാർച്ച് 2 ഞായർ. പ്രധാന വാർത്തകൾ. റംസാൻ മാസത്തിൽ സർക്കാർ മേഖലയിൽ ഫ്ലെക്സിബിൾ രീതി അനുസരിച്ചുള്ള ജോലി സമയം ഈ വർഷവും തുടരും. ജീവനക്കാർക്ക് ഇത് ഏറെ ആശ്വാസകരമാകും. നഗരത്തിലുൾപ്പെടെ രാവിലെയും ഉച്ചസമയങ്ങളിലും ഉണ്ടാകുന്ന ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനും ഇത് വഴിവെക്കും. ഇഷ്ടസമയം തിരഞ്ഞെടുത്ത് ജോലിക്ക് എത്താവുന്നത് തിരക്കൊഴിവാക്കിയുള്ള യാത്രയ്ക്ക് ഗുണകരമാകും. ഫ്ലെക്സിബിൾ സംവിധാനം അനുസരിച്ച് സർക്കാർ മേഖലയിൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ഔദ്യോഗിക പ്രവൃത്തി സമയം. എന്നാൽ യൂണിറ്റ് മേധാവികൾക്ക് രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 12, 8 മുതൽ ഉച്ചയ്ക്ക് 1 മണി, 9 മുതൽ ഉച്ചയ്ക്ക് 2 മണി, രാവിലെ 10 മുതൽ വൈകിട്ട് 3 എന്നിങ്ങനെയുള്ള തൊഴിൽ സമയക്രമം അനുസരിച്ച് തീരുമാനിക്കാവുന്നതാണ്. സർക്കാർ ജീവനക്കാർ ഒരുമിച്ച് ഓഫീസുകളിൽ എത്തുന്നതും ജോലി കഴിഞ്ഞ് ഇറങ്ങുന്നതും ഫ്ലെക്സിബിൾ സംവിധാനം വഴി ഒഴിവാക്കാനാകും. ഇത് നഗരത്തിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കും. ആളുകൾ ഘട്ടം ഘട്ടമായായിരിക്കും ഓരോ ഓഫീസുകളിൽ നിന്നും ഇറങ്ങുക. ഇത് നിരത്തുകളിലെ കുരുക്ക് കുറയ്ക്കാനും അപകടങ്ങൾ ഒഴിവാക്കാനും സഹായകമാകുമെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം സ്വകാര്യ മേഖലയിലെ സമയക്രമവും തൊഴിൽ മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വകാര്യ മേഖലയിലെ മുസ്ലിം ജീവനക്കാർക്ക് ദിവസവും 6 മണിക്കൂറാണ് ജോലി സമയം. ആഴ്ചയിൽ 30 മണിക്കൂറിൽ കൂടുതലാകാൻ പാടില്ല. റംസാൻ മാസത്തിലും ആളുകൾ പെട്ടെന്ന് വീടണയാൻ ശ്രമിക്കുന്നവരായിരിക്കും. സാധാരണയായി വൈകിട്ടോടെ പ്രധാന റോഡുകളിൽ, പ്രത്യേകിച്ച് മസ്കത്ത് എക്സ്പ്രസ് വേയിലും റുസൈലിലെ സുൽത്താൻ ഖാബൂസ് സ്ട്രീറ്റിലും വാഹനങ്ങളുടെ നീണ്ട നിര കാണാറുണ്ട്. ജോലി കഴിഞ്ഞ് ആളുകൾ വീട്ടിലേക്ക് മടങ്ങുന്ന സമയമായതിനാലാണ് ഇത്തരം കുരുക്കുകൾ പലപ്പോഴും അനുഭവപ്പെടുന്നത്. റംസാനിൽ വാഹനമോടിക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് റോയൽ ഒമാൻ പോലീസ്. വൈകുന്നേരങ്ങളിൽ അമിതവേഗത്തിൽ വാഹനമോടിക്കുന്നത് അപകടങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യം കഴിഞ്ഞ വർഷങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് മുന്നറിയിപ്പുമായി അധികൃതർ റംസാൻ ആദ്യത്തിൽ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ഇഫ്താർ സമയത്തെ അതിവേഗ ഡ്രൈവിംഗ് അപകടങ്ങൾക്ക് വഴിയൊരുക്കും. വൈകിയാണെങ്കിലും ഇഫ്താറിന് കുടുംബത്തോടൊപ്പം ചേരുന്നതിന് വേഗത കുറച്ചുള്ള ഡ്രൈവിംഗ് ആണ് ഗുണകരമെന്ന് അധികൃതർ പറയുന്നു. ഇഫ്താർ സമയങ്ങളിൽ വേഗത വർദ്ധിക്കുന്നതിനും മറ്റു വാഹനങ്ങളെ ശ്രദ്ധിക്കാതെയുള്ള ഡ്രൈവിംഗും വാഹനങ്ങൾ തെറ്റായി മറികടക്കലുമെല്ലാം അപകടങ്ങളുടെ പ്രധാന കാരണങ്ങളാണ്. വീടുകളെ ലക്ഷ്യമാക്കി നീങ്ങുന്നവരും താമസ സ്ഥലത്തുനിന്ന് പൊതു ഇഫ്താറുകളെ ലക്ഷ്യമാക്കി വരുന്നവരും കൂടിയാകുന്നതോടെ വാഹനങ്ങളുടെ തിരക്ക് വർദ്ധിക്കുന്ന കാഴ്ചയാണ് വൈകുന്നേര സമയങ്ങളിലുള്ളത്. രാത്രികാലങ്ങളിൽ ഉറക്കമൊഴിയുന്നതും അപകടങ്ങൾക്ക് കാരണമാകുന്നു. രാത്രിയിലെ പ്രാർത്ഥനയ്ക്ക് എത്തുന്നവർ ക്രമരഹിതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും ഗതാഗത ബുദ്ധിമുട്ടുണ്ടാക്കും. റംസാനിലെ ആദ്യ നോമ്പിനെ സ്നേഹമിശ്രണവും ഭക്തിസാന്ദ്രവുമായി പൂർത്തിയാക്കി ഒമാനിലെ വിശ്വാസികൾ. ആദ്യ നോമ്പായതിനാൽ തന്നെ കൂടുതൽ പേരും സ്വന്തം വീടുകളിലും തൊഴിലിടങ്ങളിലും തന്നെയാണ് നോമ്പ് തുറന്നത്. പള്ളികളിലും മറ്റും എത്തിയവരും നിരവധി. വാരാന്ത്യ അവധി ദിനത്തിൽ ആദ്യ നോമ്പെത്തിയതും അനുഗ്രഹമായി. ഒമാനിലും ഇതര GCC രാഷ്ട്രങ്ങളിലും ഇന്നലെ ആദ്യ നോമ്പായിരുന്നു. വാരാന്ത്യ ഒഴിവില്ലാത്ത മേഖലകളിൽ റംസാനിലെ തൊഴിൽ സമയക്രമം ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നു. മറ്റ് സർക്കാർ സ്വകാര്യ മേഖലകളിൽ ഇന്നു മുതൽ പ്രാബല്യത്തിലാകും. സ്വകാര്യ മേഖലയിലെ മുസ്ലിം ജീവനക്കാർക്ക് 6 മണിക്കൂർ ആണ് ജോലി. സർക്കാർ ജീവനക്കാർ ഫ്ലെക്സിബിൾ സംവിധാനം ഉപയോഗപ്പെടുത്തി ഏറ്റവും അനുയോജ്യമായ തൊഴിൽ സമയം തിരഞ്ഞെടുക്കാനാകും. അതേസമയം തികഞ്ഞ വിശ്വാസത്തോടെ റംസാനെ എതിരേൽക്കുകയാണ് വിശ്വാസികൾ. പള്ളികളിൽ തറാവി നിസ്കാരത്തിന് നിരവധി വിശ്വാസികൾ ഒത്തുകൂടി. ഒമാനി റിയാലിനെതിരെ ഇന്ത്യൻ രൂപയുടെ വിനിമയ മൂല്യം ഇടിഞ്ഞതോടെ നിരക്ക് വർധന മുതലെടുത്ത് പ്രവാസികൾ. ശമ്പള ദിവസങ്ങൾ എത്തിയതോടെ വിനിമയ നിരക്ക് ഉയർന്ന് മലയാളികൾ അടക്കമുള്ള പ്രവാസികൾക്ക് ഗുണകരമായി. ആഗോള ഓഹരി വിപണിയിൽ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിനുണ്ടാകുന്ന ചാഞ്ചാട്ടമാണ് ഒമാനി റിയാലും ഇന്ത്യൻ രൂപയും തമ്മിലുള്ള വിനിമയ നിരക്ക് തുടരെ വ്യത്യാസപ്പെടാനുള്ള പ്രധാന കാരണം. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി ഒരു റിയാലിന് 227 രൂപയാണ് വിനിമയ മൂല്യം. ഇന്നലെ ഒരു റിയാലിന് 227.15 രൂപ വരെയാണ് ഒമാനിലെ വിവിധ ധനവിനിമയ സ്ഥാപനങ്ങൾ നൽകിയത്. ഈ നിരക്ക് തിങ്കളാഴ്ച രാവിലെ വരെ എക്സ്ചേഞ്ച് സ്ഥാപനങ്ങൾ നൽകും. സർക്കാർ മേഖലയിൽ ശമ്പളം
ലഭിച്ചു വരികയാണ്. സ്വകാര്യ മേഖലയിലെ ചില സ്ഥാപനങ്ങളിൽ മിക്കവർക്കും ശമ്പളം കിട്ടാൻ ഈ മാസം 10 വരെ കാത്തിരിക്കേണ്ടി വരും. നോമ്പുകാലമായതിനാൽ നാട്ടിലെ കുടുംബത്തിനായി പണം അയക്കുന്നവരുടെ എണ്ണം ഈ മാസം വർദ്ധിക്കാറുണ്ട്. എന്നാൽ വിനിമയ നിരക്ക് ഉയരുന്ന പ്രതിഭാസത്തിൽ അടുത്ത ദിവസങ്ങളിലും കൂടുതൽ തുക ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ പലരും പണം അയക്കുന്നത് പിന്തിച്ചേക്കും. മാത്രമല്ല, അടുത്ത മാസം ചെറിയ പെരുന്നാളും മറ്റു വിശേഷ അവസരങ്ങളും അവധിയും എല്ലാം ഒരുമിച്ചെത്തുന്നതിനാൽ കുടുംബ ബജറ്റ് ഉയരുന്ന സാഹചര്യത്തിൽ വിനിമയ നിരക്കിലെ ഉയർന്ന പ്രവാസികൾക്ക് ഗുണം ചെയ്യും. വിപണിയിൽ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറയുന്നതാണ് റിയാലുമായി ഉള്ള വിനിമയ നിരക്ക് ഉയരാൻ കാരണമെങ്കിലും ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചിടത്തോളം ഇടിവ് നഷ്ടം തന്നെയാണ്. ഒമാനിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ ഔദ്യോഗിക സംഘടനയായ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാന്റെ മാനേജ്മെന്റ് കമ്മിറ്റിയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ഫലം പ്രഖ്യാപിച്ചു. ബാബു രാജേന്ദ്രൻ, മറിയം ചെറിയാൻ, KM ഷക്കീൽ, PB വിനോദ് നായർ, സന്തോഷ് കുമാർ എന്നീ മലയാളികൾക്ക് പുറമെ സുഹൈൽ ഖാൻ, മനോജ് റാണ്ടെ, ഗോവിന്ദ് നെക്കി, അജയ് ജവഹർ, രേഷ്മ ഡിക്കോസ്റ്റ, SDD പ്രസാദ്, പ്രവീൺ പിന്റോ എന്നിവരാണ് വിജയിച്ച മറ്റുള്ളവർ. റംസാനിൽ രാജ്യത്തെ വിവിധ റോഡുകളിൽ പ്രവൃത്തി ദിവസങ്ങളിലും ശനിയാഴ്ചയും ട്രക്കുകളുടെ സഞ്ചാരത്തിന് റോയൽ ഒമാൻ പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തി. മസ്കത്ത് ഗവർണറേറ്റിലെ പ്രധാന റോഡുകൾ, ദാഖ്ലിയ റോഡ്, ബാത്തിന ഹൈവേ എന്നീ പാതകളിൽ ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6:30 മുതൽ 9:30, ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 4, ശനിയാഴ്ച വൈകുന്നേരം 6 മുതൽ രാത്രി 10 വരെയുമാണ് ട്രക്കുകളുടെ ഗതാഗത സമയം പോലീസ് നിരോധിച്ചിരിക്കുന്നത്. ഒമാനിലെ മെഡിക്കൽ സപ്ലൈ കമ്പനികൾ അവരുടെ ബിസിനസ്സുകളും ഉൽപ്പന്നങ്ങളും രജിസ്റ്റർ ചെയ്യണമെന്ന് ആരോഗ്യ മന്ത്രാലയം ഔദ്യോഗിക അറിയിപ്പ് അറിയിച്ചു. മെഡിക്കൽ സപ്ലൈ രജിസ്ട്രേഷനുകൾക്കും ഇറക്കുമതി അഭ്യർത്ഥനകൾക്കും ഉൽപ്പന്ന റിലീസുകൾക്കുമായി അപേക്ഷ സമർപ്പിക്കാൻ രജിസ്റ്റർ ചെയ്ത കമ്പനികൾക്ക് മാത്രമേ അനുമതിയുള്ളൂവെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. 3 മാസത്തിനുള്ളിൽ മന്ത്രാലയത്തിന്റെ ഇലക്ട്രോണിക് പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്യണം. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.